Guys, welcome to our new video. SJD Gaming. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആത്മമായ സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ തന്നെ ഇൻട്രോ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണ് വന്നിരിക്കുന്നതാണ് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ സാധാരണ പറയുന്നത് പേര് നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഒരു ഇത് തുടങ്ങാൻ പോകുന്നത്. അതായത് ഒരു എന്താ പറയുക ലെറ്റ്സ് ഗോ വേൾഡ് എന്നൊക്കെ പറയും. വേൾഡ് അല്ല, അതായത് പക്ഷെ എന്തായാലും പറയുക നമ്മൾ ഉണ്ടാക്കണം. അതായത് നമ്മളൊരു ഇതുപോലെ തുടങ്ങുക, സീരീസ് പോലെ തുടങ്ങാൻ പോകുന്നത്. എപ്പിസോഡ് പോലെ നമ്മൾ ഈ വേൾഡിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പിസോഡ് അടക്കം നമ്മൾ ഇങ്ങനെ വീഡിയോ ഇടുന്നതാണ്, ഉറപ്പായിടുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ ഇടുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ അടുപ്പിച്ച് എല്ലാ ദിവസവും ഇടുന്നതാണ്. ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന്. അതായത് നമ്മുടെ സീരീസിൻ്റെ ഫസ്റ്റത്തെ തുടക്കമാണ്. തുടക്കത്തിലാണ് നമ്മൾ ചാടി കഴിയുന്നുണ്ട്. ആ ഫുഡിലല്ല, വെറുതെ ഇരുന്ന് കൺട്രോൾ മാത്രം കളിക്കാൻ ശ്രീസിംഗറാണ് ഒറ്റ വന്നാൽ ഞാൻ ശ്രീസിംഗറാണില്ല. അത്രയും വശമില്ല ശ്രീസിംഗറൊന്നും. പറ്റുന്ന പോലെ നമ്മൾ കളിക്കുന്നതാണ്. ആദ്യം നമ്മൾ ജനിച്ചേക്കുന്ന ഒരു ഇതാണ്. നമ്മൾ ഫസ്റ്റത്തെ മരം വെട്ടി തുടങ്ങാം. നമുക്ക് നമ്മൾ ജനിക്കുന്നത് തന്നെ എന്തിനാണ്, എവിടെയാണ്? പ്ലെയിൻസിലാണ്. ഒരു മരനിലേൻ്റെ കുന്നിൻ്റെ മുകളിലൊക്കെയാണ്, കുന്നിൻചെരുവിലൊക്കെയാണ് ജനിച്ചത്. ഫസ്റ്റ് വുഡ് ഫസ്റ്റ് വുഡ് സെക്കൻഡ് വുഡ് തേർഡ് വുഡ് ഫോർത്ത് വുഡ്. നമ്മൾ 4 വുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു ക്രാഫ്റ്റിൻ്റെയൊക്കെ നമുക്ക് സെറ്റാക്കാം. നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയൺ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഒരു വീട്, ഒരു ചെറിയൊരു കുഞ്ഞൊരു വീട് സെറ്റാക്കണം. അത്രയാണ് എൻ്റെ ലക്ഷ്യങ്ങളുള്ളത്. അത്രയാണ് നമ്മുടെ ലക്ഷ്യങ്ങളുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോയ്ക്ക് ഓൾറെഡി കടന്നല്ല. രണ്ടാമത് വീഡിയോയിലേക്ക് കിടക്കാമെന്നുണ്ട്. നിങ്ങളെ ചടപ്പിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കല്ല് കുഞ്ഞിൻ്റെ അടുത്തായി നന്നായി. ഇവിടെ ഈ സ്റ്റോൺ ഭയം കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. ഇത് മൊത്തം മൈൻഡ് ചെയ്തെടുക്കാം. കുറച്ചധികം കല്ല് മൈൻഡ് ചെയ്തിട്ട് എന്തായിട്ടാണ് ഇവിടെ പിന്നെ പേടിക്കണ്ടാവില്ല. ജീവികളൊക്കെ ഉണ്ടാവും, തിന്നാനുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. കുറച്ചധികം ആദ്യം തന്നെ എടുത്തെടുക്കാം കേട്ടോ. അത്ര പ്രൊഫഷണൽ ഒന്നല്ല കേട്ടോ. ഞാൻ മൈൻക്രാഫ്റ്റ് ഫാനാണ്, പക്ഷെ അത്ര വലിയ പ്രൊഫഷണൽ ഒന്നല്ല, പ്രൊഫഷണൽ ഗെയിമറൊന്നുമല്ല. അതേപോലെ നമ്മൾ അധികം ഒന്നും മൈൻക്രാഫ്റ്റ് കളിക്കും. നമുക്കൊന്ന് പറ്റുന്ന പോലെ നമ്മൾ സെറ്റാക്കുന്നതാണ്. ടോപ്പറിൻ്റെ ആവശ്യമില്ലാത്തതുണ്ട്. ടോപ്പർ കളിക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ലോ ടോപ്പർ. അപ്പോൾ സാധനം തന്നെ എനിക്ക് ഇഷ്ടമല്ല. ഈ സൈഡ് പറയും ഇഷ്ടമില്ലാത്ത സാധനം ടോപ്പർ. ആദ്യം നമുക്ക് ഇതുണ്ടായിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് അയൺ കിട്ടിയാണോ കോളിട്ടായി. കോൾ പറഞ്ഞ് നാവിടത്തില്ല. ഈ സ്കോള് പറഞ്ഞ് നാവിടത്തില്ല.
ഈ സെർവറിലൊക്കെ അയ്യോ ഗൈസ് ലക്ക് ഈ സെർവറിലൊക്കെ ഉണ്ട്. അറിയണ്ടാവും കേട്ടോ. ആദ്യം ഇതൊന്നും അടിച്ചില്ലട്ടെ. ആദ്യം ആടിനുണ്ട് അപ്പടിച്ചില്ല. അന്നേ ഫുഡ് വേണം. വേണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ ആടിനെ പ്രശ്നമായി നമ്മളൊന്നും നോക്കാതെ തിന്നത് ഗായ്സ്. തിന്നട്ടെ ഫുഡ്. കോഴി ഇഷ്ടം. മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി മോചനം ഒരു അപ്ഡേറ്റോട് ഇറക്കിക്കോളും കാണാൻ. ഇതാ ഇഷ്ടം പോലെ പോലെ പക്ഷെ എന്ത് ചെയ്യും? ഭാഗ്യമായിട്ട് അറിയാം കേട്ടോ. ഓർക്കിഷ്ടം പോലെ മോക്കിനെ അടിയിൽ കുളിച്ചെങ്കിലും ഇരിക്കാം. ബെഡ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ. ഫസ്റ്റ് എപ്പിസോഡ് പരമാവധി പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം സെറ്റാക്കാൻ നോക്കാം. രാത്രി ആവുന്നതിന് മുന്നേ ബെഡ് ഉണ്ടാക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഉള്ള കോളി എത്ര തീരണ ഞാൻ ഇത് മൊത്തം പെറുക്കാൻ മതി. അല്ലാതെ ഞാൻ പോകത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. കണ്ട പിന്നേക്ക് മൊത്തം പെറുക്കാൻ വേണ്ടി ഈ സ്വസ്ഥതയിട്ട് വീണ്ടും അങ്ങനെ കണ്ടാൽ പിന്നെ ഫുള്ള് പെറുക്കുക. നമുക്ക് ഇട്ടേച്ച് പോകണ്ട. ഇറങ്ങി ആവശ്യം വരുമ്പോഴേ ഇതിൻ്റെയൊക്കെ വില അറിയും. പറഞ്ഞില്ലേ നമ്മളങ്ങനെ ഒന്ന് ഇട്ടേച്ച് പോയി മൊത്തം ഇട്ടേക്കാം. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ബാക്കിച്ച് കണ്ടാലും അതിന് കംപ്ലൈൻ്റ് ഉണ്ടല്ലോ. ഇതേ അതിന് കംപ്ലൈൻ്റ് ഒന്നും നമുക്ക് സീനാണല്ലോ. മോരങ്ങി സർവർ ബ്ലോക്ക് ചെയ്താലും പിന്നെ ബാൻ ചെയ്താലോ എനിക്ക് മൈൻക്രാഫ്റ്റ് അടിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ലക്കാട്ടോ. ഇത് പ്യുവർ ലക്ക്. അയ്യണ് അഞ്ഞായിരക്ക് ഒന്നും പറയല്ല. ഫുള്ള് അയണൊക്കെ കിട്ടിയ ഇഷ്ടമായി. അയൺ കിട്ടിയ രണ്ടയണായി സാധനം കിട്ടിയത്. നമുക്ക് ഉണ്ടാക്കാം. ഇത് രണ്ടെണ്ണം വെറുതെ കിട്ടിയിട്ട് പന്നിക്കുട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബസ്സിനടിച്ച് കൊല്ലാം. ഇതിൻ്റെ ശരിയായിരിക്കണം കുറച്ച്. ഇപ്പം തന്നെ ഉണ്ട് അങ്കർവാദ പെട്ടെന്ന് കുറയുന്നു. ഫർണസ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഒരു എന്ത് റെഡിയാവും. ഫുഡ് നമുക്ക് കുക്ക് ചെയ്യാമല്ലോ. എന്നിട്ട് നമുക്ക് പരിപാടികൾ കാണുന്നു. സങ്കടമാവുന്നു. ഇതറിയാം നമുക്ക് അത്ര കുറച്ചൊക്കെ നമുക്ക് പാടാണ്. എനിക്ക് എഴുതാൻ നമ്മളത്ര കുഴിച്ചിരിക്കേണ്ടി വരിക. കുഴിച്ചിരിക്കണ്ട. എനിക്ക് ബെഡ് കണ്ടുപിടിക്കണം. എന്തുണ്ടാവും അടിയിലുണ്ട്. കളിപ്പിക്കില്ല കേട്ടാ. ചതിക്കല് ആടല്ലേ ആടാന്ന് പറയണം. കഴിച്ചു പെട്ടെന്ന്
ഗൈസ് എന്ത് ഇവിടെ സ്പീഡ് അമ്മടി സ്പീഡ് വേറെ ആർക്കും ഉണ്ടാവില്ല. സീരിയസായിട്ട് പറയാം, അത്ര പെട്ടെന്നാണ് ഞാൻ ഒന്നേ വീട്ടിക്ക് സ്പീഡ് ചെയ്യും. രോമാഞ്ചം കഴിഞ്ഞില്ല, രോമാഞ്ചം ഫർണസ് കിട്ടുന്നുണ്ട്. ഇഷ്ടം പോലെ കോളുണ്ടോണ്ട് പിന്നെ അത് പഠിക്കാമോ, അത് പഠിക്കാം. കോളുകൊണ്ട് ഫുഡ് റെഡി അവിടെ, ഫുഡ് റെഡി അവിടെ, കഷ്ടമാണ്. കാരണം മതി ഇപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് മൈനീന ഇത് കിഡിലെന്താണല്ലോ സ്പോണാണ് ഗൈസ്, ഒന്നും പറയാല്ല കേട്ടോ. ഫുള്ള് ഐറ്റംസ് തന്നെ മുന്നിൽ ഇതാ റിവീന് ഇവിടെ എന്തൊക്കെയാടാ, ഒന്നും പറയല്ല. കിഡിലെ സ്പൂണ് പറഞ്ഞാൽ അങ്ങനത്തെ കിഡിലെ സ്പൂണ്. ഞാൻ തോന്നുന്നു ഒരു സീറം എന്നാ കിഡിയ സ്പൂൺ ഇനി മുടി കണ്ടിട്ട് സെറ്റായി സീസായിട്ട് അറിയാലോ. ഒരു വില്ലേജ് കൂടി ഇതിൻ്റെ അടുത്തുണ്ടെങ്കിൽ പടച്ചോനെ ഒന്നും പറയാല്ലേ. ഞാൻ പിന്നെ അന്തവും ഉണ്ടവും തള്ളി പിന്നെ വായ തുറന്നിക്കും. സീരിയസ് ആയിട്ട് അമ്മതിലൊക്കെയുള്ള സർവ്വം, അമ്മതി കിട്ടിയും സർവ്വം എന്ന് പറഞ്ഞാൽ കുറച്ച് ഐറ്റംസ് നമുക്ക് ആദ്യം തന്നെ ഒപ്പിച്ചിട്ട് നമുക്ക് കളി ഇതൊക്കെ ഇറക്കാം. നമുക്ക് സെറ്റപ്പ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊരു വീട് വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ഫുഡ് വെട്ടതിന് ശേഷം വീട് വെച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വീട് വയ്ക്കാം. ഇവിടെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ആക്കാം. പിന്നെ എനിക്ക് ഈ മലയിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ സെറ്റാക്കാം. എനിക്ക് മനസ്സിൽ കുറച്ച് പ്ലാന്റ്സ് അതൊക്കെ നമുക്ക് പതുക്കെ സെറ്റാക്കി തരാം. ഒരു ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പതുക്കെ വീഡിയോ ചെയ്യാൻ എല്ലാ പ്ലാന്റ്സും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതാണ്, ഇത് സെറ്റ് സീഡാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം വേണ്ടത് നേരെ സെറ്റാക്കുക, എല്ലാത്തിനും കൊന്നെടുക്കുക. നെക്സ്റ്റ് ഫാമൊക്കെ ഉണ്ടാക്കണം ഗൈസ്. ടൂൾസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. തന്നെ കാണാൻ തന്നെ ഫുഡ് എടുത്ത് കൈ പിടിക്കട്ടെ. നമുക്ക് മരം വെട്ടി തുടങ്ങാം. ചെറിയ വീടാണ് ഗൈസ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് വീണെന്നെങ്കിൽ ഒന്നും പറയാല്ല, അപ്പം തന്നെ പാട്ടായി ഓടിയിട്ട് ഉപകാരമില്ല. ഒന്നും ഒരു കാര്യം ചെയ്ത് ഉപകാരമില്ലാത്ത അവസ്ഥ. ഒരു വീണം പിന്നെ ഒരു ഫാമൊക്കെ തോന്നണം. ഫാമൊക്കെ പതുക്കെ നമുക്ക് പെട്രോളിലൊക്കെ സെറ്റാക്കാം. വീഡിയോസ് സ്ഥിരമായതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പ്രോഗ്രസ് എല്ലാം ഉണ്ടാവും. ഞാൻ അതേ ദിവസം പിന്നെ നമ്മൾ അതേ ദിവസം തന്നെയാണ് നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ സെറ്റപ്പാക്കി നമ്മൾ ഇടുന്നത്. അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ തരണം. സങ്കടം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം. നമുക്ക് തീരെ ഇല്ല ഒക്കെ അറിയാമല്ലോ. ഒരു സബ്സ്ക്രൈബറിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബറിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ ഒന്നും പറയാതെ ഇങ്ങനത്തെ മരം തീരെ ഇഷ്ടമല്ല. ഇത് ഭയങ്കര പണിയാണ്. ഇത് മൊത്തം പറിച്ചിട്ട് ഇതോട്ടെ മുട്ടിരിക്കണം. ഈ പലയിടത്തും അങ്ങനെ ലീഫൊക്കെ ഇങ്ങനെ ഇതാക്കി എടുക്കണം. ആദ്യം തന്നെ ഞാൻ ഹൈറ്റ് കയറിയോണ്ടാണ് എനിക്കിപ്പോൾ ഞാൻ റീച്ച് ആവുന്നത്. ആ അറ്റത്തൊക്കെ കൊണ്ടുപോയിട്ടാണ് വെച്ചിരുന്നത് ഹൈറ്റ്. എന്താ ഹൈറ്റ് ഇതിനൊക്കെ പറയണ്ടേ, ഒന്നും പറയാല്ല. സീരിയസായിട്ട് അറിയാലോ, അറ്റത്തൊക്കെ കൊണ്ടുപോയിട്ടാണ് വുഡിൻ്റെ പീസൊക്കെ കൊണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അത് പീസൊക്കെ.
ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ പറഞ്ഞു ഞാനായിട്ട് എടുത്തിട്ടുണ്ട് ആരൊക്കെ സമാധാനിച്ച് പാട്ട് ഇട്ടിട്ട് പോയാൽ രണ്ടാം വെക്കാൻ അങ്ങനെ വളരെ ഉണ്ടാക്കാണ്. ഞാൻ സ്പീഡ് റൺ ചെയ്യണ പോലെ ഞാൻ ഇതിലേറെ മോശമാണ്. സ്പീഡൊന്നും എത്ര സ്പീഡ് പോലും ഇല്ല എൻ്റെ സത്യം പറഞ്ഞാൽ. ഞാനൊക്കെ സ്പീഡ് റൺ ചെയ്യണം. എൻ്റെ സംബന്ധിച്ച് ഇതാണ് എൻ്റെ സ്പീഡ് റണ്ണിക്ക് ഭയങ്കര പറഞ്ഞല്ലേ സെറ്റാക്കാം. നമ്മൾ അതിന് നമ്മൾ കുറച്ച് ഒരു സ്റ്റാക്ക് വുഡ് മതിയാവും. ഒരു സ്റ്റാക്ക് വുഡ് മതിയാവും. ഒരു സ്റ്റാക്ക് വുഡ് ധാരാളം. ചെറിയ വീടാണെങ്കിൽ ഒരു സ്റ്റാക്ക് വുഡ് തന്നെ ധാരാളം. ഒരു സ്റ്റാക്ക് വേണോ? ഒരു സ്റ്റാക്ക് മതി. ആദ്യം നമുക്ക് ഒരു സ്റ്റാക്ക് കൊണ്ട് തികയോ നോക്കി നോക്കാം. എന്നിട്ട് ആവശ്യം നമുക്ക് എടുക്കാം. പോരെ ആവശ്യമുണ്ടെങ്കിൽ തൈ വെറുതെ എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് സ്ലോ ആയ പോലെ തോന്നുന്നു. എനിക്ക് തോന്നണതോ എനിക്ക് സ്ലോ ആയ പോലെ തോന്നില്ലേ? ഹങ്കർ ബാറൊക്കെ ഫുള്ളാണല്ലോ. പിന്നെന്താണ് ഇഷ്ടം? എന്താണ് മറന്നിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഓടിച്ചെന്ന് സത്യം പറയലോ ഗുണന്നായി അയാൾ കിട്ടില്ല. അത്ര വലിയ റീനൊന്നും അല്ലല്ലേ മനുഷ്യൻ. ഞാൻ പറഞ്ഞു കൊടുത്താലോ നമ്മൾ തമ്മിലുള്ള ബന്ധം പോയി നമുക്ക് തരന്തൊക്കെ നമുക്ക് കിട്ടണോ? ഫ്രണ്ട്സ് അല്ലേ? പണ്ടേ മുതൽ കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സ് അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് പവറാണ്. മോചനൊക്കെ ആയിട്ട് മോചനം എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ബന്ധമുണ്ട്. നമുക്ക് ചെയ്യാതെ ഈ ടീംസ് വെറുതെ വൈദ്യുതി കുറേ മണ്ണ് പിടിച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഒരു സ്റ്റാക്കിന് മുകളിലായി. ഓൾറെഡി ഒരു സ്റ്റാക്കിന് മുകളിലായി. ഞാൻ കണക്ക് കൂട്ടിയിട്ടൊന്നുമില്ലായി. നമ്മൾ പെട്ടെന്ന് വരച്ചിരിക്കല്ലേ. ഞാൻ നോക്കിയില്ല. പിന്നെ നെക്സ്റ്റ് ആയിട്ട് അയാൻ തന്നെ വെച്ചേക്കാം. കോളങ്ങോട്ട് ഇട്ടില്ലേ ഇത് നമ്മൾ എന്ത് ചെയ്യാം? വെച്ചോ. എവിടെ വെച്ചിട്ടാ പൊടിയിക്കട്ടെ. അവിടെ നിന്ന് പോയോക്കട്ടെ. ഒന്ന് എക്സ്പ്ലോർ ചെയ്തോക്കട്ടെ. എക്സ്പ്ലോർ ചെയ്യണം. ഒരു ചെറിയ വീടും വെക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ എപ്പിസോഡ് നിർത്താൻ ഉദ്ദേശിക്കുന്നത്. പറ്റണ പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ. ഇത് രസമുണ്ട്. ഇവിടെ നാച്ചുറലായിട്ടൊരു ഫോണുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഈ വീടിനൊക്കെ ആയിട്ടാണ് നമുക്ക് വീട് വെക്കാം. നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ചാലാണ് നമ്മളെ വരുന്നത്. ചെയ്തില്ല. ഓക്കെ. ഇവിടെ ഇട്ട് വേണം. അത് ആ ഭാഗത്തേക്ക് വേണം. ഇവിടെ രണ്ടോർക്ക് രണ്ട് ഫോണുണ്ട്. അവിടെ ഇട്ട് വെക്കാം. വേണ്ട.
അവിടെ തന്നെ വെച്ചോട്ടെ. നമ്മൾ അവസാനം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ എത്തി ആവട്ടെ. ഇവിടെ ഒന്ന് ഉറങ്ങിട്ടാ. ട്രൈഡറൊക്കെ വന്നിട്ടുണ്ടല്ലോ. ട്രൈഡ് ചെയ്യോ? ഓടാ അങ്ങോട്ട്. അപ്പോൾ പൊട്ടാറ്റോ കൊടുക്കാൻ നിങ്ങൾ ഞാനാരാ? ഞാൻ മതിയില്ല. നമ്മൾ പൊട്ടാറ്റോ കൂട്ടൂരാ. ഇതൊന്നുമില്ല. വേറെ ഇടിച്ച് ഞാൻ പഞ്ഞിയോട് ഞാൻ വേറെ അറിയത്തില്ല നിനക്കൊന്നും. മാപ്പ കേട്ടോ. നമുക്ക് മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ സാധനങ്ങളൊക്കെ എത്തിച്ചു തരാം. ഇവിടെ തന്നെ വെച്ചാൽ ഉറപ്പിച്ചാൽ മതി. ഞാൻ സത്യം പറഞ്ഞാൽ എന്തിനു വേണ്ടി വന്നാ? ആ ഗൈസ്, നമ്മളൊക്കെ വന്നാൽ ടാക്സ് ഉണ്ടാക്കാൻ വന്നല്ലേ. എന്നിട്ടാണ് നമ്മൾ ഇത് മറവിരോധം ഉണ്ടിട്ടാ. ഇത് ഒത്തിരി കാണിക്കാം. ഇതിങ്ങനെ കൈ പിടിച്ചാൽ ഇഷ്ടമല്ല സാധനം. കഴിഞ്ഞേ ഇത് പൊന്നെ, ഇത് കഴിഞ്ഞ ഗൈസ്. ഇത് എപ്പോഴത് തീരുക? എന്തായാലും നമ്മളിത് ഇത് പൊട്ടി ചെയ്തോ. ഇതെന്താണ്? ബെൽട്ടായാല മതി. എന്ത് ചെയ്യാം? ഇത് പൊട്ടിച്ചെടുക്കാം. അതല്ലോ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഇട്ടൊരു വീടും വെച്ച് സെറ്റ് ഇടാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അവിടെ സെറ്റ് ഇടാം. പിന്നെ നമ്മൾ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫീസ് എടുത്ത് ഇങ്ങോട്ട് നോക്കി കളറാണ്. ഞാൻ ചിലപ്പോൾ മിക്കവാറും ആ ഭാഗത്തേക്ക് ഇടാവും വെച്ചത്. ബാറ്ററി ഒന്നും ചെയ്യണ്ട. ചാർജ് പറഞ്ഞാലില്ല. നമ്മൾ ഈ വീഡിയോ മൊത്തം ജസ്റ്റ് നമ്മളിന്ന് അടങ്ങത്തുള്ളൂ കേട്ടോ. ഇവിടെ ഇട്ട് വയ്ക്കാം. അവിടെ ഇട്ട് വയ്ക്കാം. ഞാൻ ആ ചെറിയ കുളം മാറ്റി വലിയ കുളത്തിലായിരുന്നു. അതാവും നല്ലത്. ഇവിടെ ഇട്ട് വയ്ക്കാം. ആദ്യം തന്നെ നമുക്കൊരു അയ്യണില്ല. അയ്യണോണ്ട് എന്താണ് ഉണ്ടാക്കുക? ആദ്യം ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കണതോ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു സാധനങ്ങളൊക്കെ ഇതാണ് ഇവിടെ വെച്ചിട്ട് അത് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ്? നമ്മുടെ വീടിൻ്റെ ഏരിയയൊക്കെ ഗ്യാസും കാര്യങ്ങളൊക്കെ നാളെ വീട്ടിൽ കിട്ടും. അതിന് ഞാൻ പറഞ്ഞു നമ്മൾ കണ്ടിരിക്കും. ഫസ്റ്റത്തെ പോലെ നമുക്ക് കംപ്ലീറ്റ് ആയി. അതേ കണ്ടിരിക്കണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയി. ആയിട്ടില്ലായിരുന്നില്ല. ഫസ്റ്റ് തന്നെ ഒരു ഗോൾ കംപ്ലീറ്റ് ആയി. ഗോളിലായുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അയൺ നമ്മുടെ കംപ്ലീറ്റ് ആയി. അതായത് അയൺ എന്ന് പറയുന്ന ഗോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അയൺ കണ്ടുപിടിക്കാന്നുള്ള ഗോൾ നമുക്ക് വേണ്ടത് ഇല്ല. കൊടുത്തത് അതെന്നെ വൃത്തിയാക്കണം. എൻ്റെ ദൂരം വഴിയണ ആളാണ്. ശരിയോ? ഒരു ചോദ്യം കാണാൻ എങ്ങനെ സാധനം വെച്ചിട്ട് വെച്ചിട്ട് ബാക്കൊക്കെ വെച്ചിട്ട് ഫുഡ് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് പോ വെച്ചോട്ടെ. പ്രാവശ്യം കൊണ്ട് അങ്ങനെ വെച്ചാൽ അതുകാലം നമ്മളിതാ ഇതാണ് നമ്മൾ വീട് വയ്ക്കാൻ പോണേ. സാധനത്തിൽ നമ്മൾ കയ്യിലേക്ക് പിടിച്ചിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മുന്നത്തെ ഭാഗം നോക്കാം. എന്നിട്ട് 1 2 3 4 എന്തായാലും 1 2 3 ഓക്കെ. ഇവിടെ 1 2 3
വലിപ്പം മതിയാവും. 1 2 3 4 5 6 കഴിഞ്ഞു. 1 2 3 1 2 3 1 2 3 1 2 3 ഒറ്റയും 2 3 1 2 ഇപ്പോഴും വീണ് മടിച്ചു. നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് കുറച്ച് ആദ്യം നമുക്ക് വന്നത് എന്താ വെച്ചാൽ ഈ സാധനം ഈ ശവല് ഉണ്ടാക്കുമ്പോൾ നല്ല ഉണ്ടാകും. ഒട്ടും കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഓടുന്നു. കളയണ്ട ഒരു ആവശ്യമുണ്ടാകുന്ന എല്ലാവരുടെ സ്ഥലത്തെ തിരിച്ചതേപോലെ ഇതാണെനിയും ഒരു സ്റ്റാക്ക് കൊണ്ട് പോരാ. ഉറപ്പായി ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്റ്റാർട്ടർ ബേസ് കൊണ്ടാണ് കാണാൻ പറ്റിയ മാനേജാത്തത്. സ്റ്റാർട്ടർ ബേസാണല്ലോ ഇവിടെ എല്ലാ ഭാഗ്യത്തിൻ്റെ തുടക്കം. ആദ്യം തന്നെ രസമുള്ള കാണാൻ കുറച്ചൊക്കെ വിലയുള്ള നമ്മൾ വെറും പെട്ടിക്കൂടാക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഫുള്ള് മരം എടുത്ത് പ്ലാന്റ്സായിട്ട് മതിൽ വെക്കണം. കുറച്ച് ഗ്ലാസ് മെൽറ്റണം. അല്ല, ഫാൻ മെൽറ്റിയിട്ട് ഗ്ലാസ് ഉണ്ടാകാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഇത്രയും മതിൽ സെറ്റാക്കി നമ്മൾ ഭാവി ചെയ്യാൻ പോകുന്നത് ഇതേ ഉടനെ ഈ സ്റ്റാർട്ടർ ബേസിനെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് സെറ്റാക്കി എടുക്കാനാണ് നമ്മൾ ഭാവിയിൽ വിചാരിച്ചിരിക്കുന്നത്. ഗായ്സ് അങ്ങനെ നമ്മൾ കഴിഞ്ഞിറങ്ങി ഗായ്സ് സെറ്റാക്കാം. മോഡൽ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഉള്ളി രസമുണ്ടല്ലോ, എനിക്കിഷ്ടപ്പെട്ടു. 2 കണ്ണ് പോലെ ഉണ്ട്. അത് നമ്മൾ വേറെ രീതിയിലാക്കിട്ടോ, ഞാൻ വെറുതെ കേട്ടാ കോമഡി ആയിട്ടുണ്ട് കാണാൻ. നമ്മൾ അതൊക്കെ സെറ്റാക്കും. ഗ്ലാസിൻ്റെ ആവശ്യമുണ്ടല്ലോ, ഗ്ലാസിൻ്റെ ആവശ്യം ഇല്ലല്ലോ. സൈഡ് മിറർ കുറച്ച് വലിപ്പമുണ്ട്. സൈഡ് മിറേഴ്സ് കുറച്ച് കറക്റ്റ് തികഞ്ഞു. വുഡ് കറക്റ്റ് തികഞ്ഞു വുഡ്. ഇത് വേറെ ഇനിയും കാര്യങ്ങളൊക്കെ സാധനം ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ട് മെനക്കി വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വയ്ക്കാം. കറക്റ്റ് തികഞ്ഞിട്ടില്ല. ശരിയാ, റൂഫ് സെറ്റാക്കിയിട്ടില്ല. റൂഫ് നമ്മൾ സാധാ രീതിയിൽ നമ്മൾ പ്ലാൻസ് വെച്ചിട്ട് നമുക്ക് മറ്റേ സാധനം കിട്ടാറുണ്ട്. ബെഡില്ലേ ഇതങ്ങനെ അത് കൊള്ളാം. നമുക്ക് വുഡ് പറിച്ചിട്ട് എന്ത് ചെയ്യാം, വുഡ് പറിച്ചിട്ട് നമ്മൾ ഫുള്ള് വുഡാണ്. അത് നമ്മൾ വുഡ് റെഡിയാവും. നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കില്ല. ഇത് നമ്മൾ പറിച്ചിട്ട് അല്ലേ വാതിലൊക്കെ ഉണ്ടേ. എന്താ വീട് ഒന്നും കഴിഞ്ഞിട്ടില്ല. വീടിൻ്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്കൊരു വാതിലങ്ങ് ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. വാതിലുണ്ടാക്കി വെക്കാം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഒരു വീടാണ്. നമ്മൾ എന്തായാലും നമുക്ക് അതും കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇത്ര സെറ്റാക്കിണ്ട് കുറച്ച് ഇങ്ങനെ വയ്ക്കാം. ഇവിടെ ഇത് ഡിസൈന് പോകണം. ഇതൊക്കെ നമുക്ക് രസത്തിന് കാണാനൊരു മെനക്ക് വേണ്ടിയിട്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. എന്തായാലും നമ്മൾ കുറേ അതൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് റൂഫ് സെറ്റാക്കാം. റൂഫ് നമുക്ക് ആദ്യം വെറുതെ ഒരു ലെയർ ഓക്കെ പറയാം. മേല് പെട്ടെന്ന് ഉണ്ടാക്കാം. എന്നിട്ട് വേണം നമുക്ക് സംഭവം സെറ്റാക്കാം. സ്റ്റെപ്പ് ഓക്കെ, പെട്ടെന്ന് അതങ്ങ്
നമുക്ക് റെഡിയാക്കിയേക്കാം. റൂഫിൽ കാര്യമായിട്ട് വലിയ ഡിസൈനൊന്നും ഇല്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. റൂഫിൻ്റെ ഡിസൈനൊന്നും നമ്മളങ്ങനെ ചിന്തിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തില്ല. അതൊക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് റെഡിയാകാം. നമ്മൾ ട്യൂട്ടോറിയൽ കണ്ടിട്ട് വരാം. ഒരു റൂഫ് മോഡലൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ട് വരാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീട് പണിയാക്കണോ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് സെറ്റായിട്ട് ചെറിയൊരു റൂഫെങ്കിൽ റെഡിയാകട്ടെ. ബിൽഡിങ്ങിന് വേണം കേട്ടോ. ബിൽഡിങ്ങിന് വേണ്ട, നമുക്ക് ആവശ്യമുണ്ട്. ഈ വുഡ് വേണം. എല്ലാം സെറ്റാവില്ല, കാരണം വുഡ് കഴിഞ്ഞ്. അവസാനം ഇത്രേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതനുസരിച്ച് നമുക്ക് കുറച്ച് വുഡ് പറിച്ചിട്ട് വരാം. ഈ ഭാഗത്തൊന്നും ഒരു മാറി മാത്രം മാറും കേട്ടോ. ഈ സെറ്റാവില്ല. അപ്പം നട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട സാധനം പെട്ടെന്ന് മരം ഇനിയിപ്പോൾ കുറേ ദൂരത്താണ്. എനിക്കിതാണ് ഇവിടെ കുറേ മരം നടണം. അതായത് മരം നമുക്ക് അണ്ടർഗ്രൗണ്ടില്ലേ? അല്ല, അണ്ടർഗ്രൗണ്ടല്ല, മുകളിൽ തന്നെ നമുക്കൊരു വുഡ് ഫാം വേണം. അങ്ങനെ ശരിയാവും. വുഡ് കുറേ എണ്ണം നട്ടിട്ടേ അങ്ങനെ ചെയ്യാം. ഇത് വുഡ് ഫാം നമുക്ക് സെറ്റാക്കാൻ പറ്റും. നമുക്ക് കളിക്കാനും കുറേ ദൂരത്തേക്ക് ഓടിയിട്ട് നടക്കും. അതാണ് വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ടാവും. എല്ലാവരും കാണാതിരിക്കരുത് കേട്ടോ. കാണാതിരിക്കരുത്, നമ്മൾ വീഡിയോ കാണാതിരിക്കരുത്. നമ്മൾ എന്തായാലും സെറ്റാക്കുന്നതാണ്. ആവശ്യമുള്ള വുഡ് കഴിഞ്ഞ് മരം വൃത്തിയാക്കി കൂടി മതിയാവും. നമുക്ക് ഡിസൈനിങ്ങിനുള്ള വുഡ് വരെ സെറ്റായി. സെറ്റടിക്കെല്ലാം സെറ്റായി. ക്ലീൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ മരത്തിനെ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റോണ് തന്നെ വെക്കണ്ട. അവിടെ ഇല്ല വീട്, അവിടെ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം. പിന്നെ ഇവിടെ എന്താ അവിടെ തന്നെയാണ്. പെട്ടെന്ന് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതും വേണം. ഇത് എത്ര മതിയാവും? ഫ്രണ്ട്സ് എത്ര മതിയാവും കളിക്കാലത്തേക്ക്? എത്ര മതിയാവുണ്ടാവും? ഈ പന്നിയുടെ സൗണ്ട് കേട്ടിട്ട് പിഗ്ഗ്ലീനാണെന്ന് വിചാരിക്കും ഞാൻ. പന്നിക്കിപ്പോൾ സൗണ്ടൊക്കെ പൊന്നെ കേട്ടിട്ട് പിഗ്ഗ്ലീനാന്ന് വിചാരിക്കും ഞാൻ. ഈ സൈഡ് വരെ എനിക്ക് നല്ല തോന്നുന്നുണ്ട് പിഗ്ഗ്ലീനാന്ന് വിചാരിക്കണ്ടേ ഞാൻ. പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ
ചെറിയ കയറും കോമഡിയായിരുന്നു. ഇവിടെ ഒന്നും ഇവിടെ ഒന്നും എന്തെന്ത് ചെയ്യാം ഫ്രണ്ട്സ് അങ്ങനെയുണ്ട്. അത് സെറ്റായില്ലേ? അങ്ങനെ ഒരു ഞാൻ വിചാരിച്ച സാധനം തന്നെയുണ്ട്. എന്ത് ചെയ്യാം, ഇതിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെയാണ് സെറ്റാക്കണേ. കുറച്ചുകൂടി ഒറിജിനാലിറ്റി കൊടുക്കണതാണ്, കുറച്ചുകൂടി വൃത്തി കാണാനൊരു ഭംഗി ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടത് അതാണ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യണം. കുറച്ചും കൂടി പ്രാങ്ക് ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടി ഈ സാധനം ഒട്ടും മതിയാവും. എന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു സാധനം വയ്ക്കണം. ഇവിടെ കൂടി കുറച്ചും കൂടി ലുക്കായി, നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങോട്ടും കൂടി വെക്കും. കണക്റ്റഡാണ് റബ്ബർ. നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട്സ് വെച്ചിട്ട് അതൊക്കെ നമുക്ക് ചെയ്യാൻ. അതിന് മുന്നേ കടന്നുറങ്ങട്ടെ. രാത്രി ആവാ ഇവിടെ, രാത്രി എവിടാ കേൾപ്പിക്കാനായിട്ട്? രാത്രി ഒന്നും മനുഷ്യനെ പറ്റിക്കാനായിട്ട് എന്ത് ചെയ്യാം, ആദ്യം തന്നെ 2 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് ആലോചന മതിയല്ല. ഓക്കെ, വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ 2 തന്നെ മതിയില്ലേ? ഇതാണ് കളഞ്ഞത്. ഇതിപ്പം മെനു ഇവിടെ കൂടി അങ്ങനെ ചെയ്തതാ. കുറച്ചും കൂടി മെനു കുറച്ചുകൂടി നമ്മളൊരു പോലെ ഇത് മനസ്സറിയാം. കുറച്ചുകൂടി ഒരു വൈബുണ്ട് കാണാം എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഒപ്പീനിയൊക്കെ അറിയിക്കണം. ഈ വീഡിയോയിലില്ല, നെക്സ്റ്റ് വീഡിയോ ഇങ്ങനെ ഒപ്പീനിയനൊക്കെ നിങ്ങൾ അറിയിക്കണം. അങ്ങനെ നമുക്ക് അതേപോലെയൊക്കെ വീട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റപ്പാക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇട്ടാ പൊട്ടിച്ചെടുത്താ മാറിട്ടൊട്ടറാ. എനിക്കിതിലധികം കളിക്കാറിയതില്ല. 3 ഫിംഗറിൽ എനിക്കധികം കളിച്ചു. വീണ്ടും മണ്ടത്തരം. ആ വുഡിനിപ്പോൾ 2ാമത് കറക്റ്റായിട്ട് വെറുതെ കുറേ കൈ പിടിക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. എന്താ പറയേ, എനിക്കിഷ്ടമുള്ള കൈ പിടിക്കുന്ന കുറേ ചക്കര സാധനം, എന്താ പറയുക, ചവറ സാധനങ്ങൾ കൈ പറഞ്ഞ് എനിക്ക് ഇഷ്ടമല്ല. ഇത് സ്മോക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സാൻഡിൻ്റെ ആവശ്യമുണ്ടല്ലോ. സാൻഡ് പെട്ടെന്ന് എടുത്തിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവിടെ തന്നെ പോയിട്ട് നമുക്ക് എടുക്കാം. അതുകൊണ്ട് ക്ലീനായിട്ട് എടുക്കാം. എനിക്ക് അല്ലെങ്കിൽ പറ്റില്ല, എനിക്ക് ക്ലീനാണ്.
കയ്യിൽ രണ്ട് കൊണ്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പ്രശ്നം? ഗ്ലാസ് 1 2 3 4 5 ഇത് തന്നെ മതിയോ? അങ്ങനെ വീട് കുറച്ച് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് ചെയ്യാം. ഉണ്ടാകാണ്ട് കുറച്ചധികം തന്നെ ഉണ്ടാകും. കുറയ്ക്കണ്ട കുറയ്ക്കണ്ട പക്ഷെ അധികം ഉണ്ടാക്കിയിട്ടേ ഇപ്പോൾ അത് മാത്രം കുറയ്ക്കണ്ടെന്നറിയാം. വേറെ കണ്ടാൽ മതി. ഇതന്നെ മതിയാണ്. നമുക്കതുണ്ട്. എനിക്കതാ ഇഷ്ടം. എനിക്ക് ഈ സാധനം ഇഷ്ടം. ഇവിടെ ചെറുതാണ്. ഇതെന്തിക്കാം ഈ അവസാനമുള്ളതാണ്. ഇതും അതേപോലെ കുട്ടികളെ കുറിച്ചും ആവശ്യമുള്ള സാധനങ്ങളിതാ. ഈ ആവശ്യം വരാൻ പോകുന്ന സാധനങ്ങളിതാ. ഇതിൽ ഇത് മെറ്റീരിയൽസ് വുഡിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതാ. വുഡും കല്ലിൻ്റെ സ്റ്റോണിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളുണ്ടോ ഇതിൽ. പിന്നെ ചിലപ്പോഴാവശ്യം എന്നുള്ള സാധനങ്ങളൊക്കെ അതാ. ഇതിലേക്കാണ് വെച്ച് കൊടുക്കുക അയണിക്ക്. ഇത് ചിലപ്പോഴല്ല, എന്തായാലും ആവശ്യമുണ്ട്. ഇത് ഈ അയണിക്ക് ഇരിക്കും കൂടി ആവശ്യം വയ്ക്കാം. പിന്നെ ഇത് വേണ്ട. ഇതും കൂടെ മെറ്റീരിയൽസിൻ്റെ കൊടുത്തത് സ്റ്റിക്കും കൂട്ടാണ് മെറ്റീരിയൽസ്. അതും വെക്കാം. ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ. പിന്നെ ഈ വീടൊക്കെ നമ്മൾ സെറ്റാക്കി. അപ്പം നമ്മൾ ഈ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.